ഗായ്സ്, അപ്പൊ എന്റെ ഐഫോൺ 17 Pro എന്റെ കൈ കിട്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആർഗോസിലാണ് ഫോൺ ഡെലിവർ ആയിട്ടുള്ളത്. ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പം നേരെ ഇവിടുന്ന് ഫോൺ അങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫോൺ കിട്ടിയില്ല ഗൈസ്. എൻ്റെ കയ്യിൽ ഫിസിക്കൽ ID ഇല്ലാത്തതുകൊണ്ട് ഫോൺ തന്നില്ല. എൻ്റെ ഫോണിൽ മാത്രമേ ID ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ. പക്ഷേ ഫിസിക്കൽ ID വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വീട്ടിൽ പോയി ഫിസിക്കൽ ID എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇവിടെ വരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സെയിൻസ്ബറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങി. എനിക്ക് നല്ല സങ്കടമായിട്ടോ, കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സാധനം കയ്യിൽ കിട്ടാത്തതുകൊണ്ട്. പിന്നെ വീട്ടിലെത്തി ഞാൻ വാങ്ങിച്ച ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ പോപ്പൈസിലെ ഫ്രൈഡ് ചിക്കൻ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ അത്യാവശ്യം ഹെൽത്ത് ഒക്കെ നോക്കാറുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ എപ്പോഴും കഴിക്കാറില്ല, വല്ലപ്പോഴൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മൂഡൊക്കെ ഒന്ന് സെറ്റായി. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. പുതിയ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങി റെഡി ആയിട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു. പിന്നെ ഇതാ എൻ്റെ ലിപ് ഷെയ്ഡ് ഞാൻ 2 ലിപ് ലൈനേഴ്സ് മാർസിന്റെ ലൈനേഴ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ചോക്കോ ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ വെച്ചിട്ട് ഞാൻ ഔട്ടർ ലൈൻ ചെയ്തു. ആൻഡ് സ്പൈസ്ഡ് ക്രാൻബെറി എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഇന്നർ സൈഡിലും ഫിൽ ചെയ്തു. ഇതെന്റെ ഒരു ഫേവറേറ്റ് ലുക്കാണ് കേട്ടോ. അങ്ങനെ ഏതായാലും എന്താ ഫിസിക്കൽ ID ഞാൻ പാസ്പോർട്ട് കയ്യിലെടുത്ത് ഇറങ്ങുകയാണ്. യെസ്, ഐ എം ഓൾ സെറ്റ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഫോണും കൊണ്ടേ വരത്തുള്ളൂ. ടൈം ഏകദേശം എന്താ ഒരു 6-6:30 ആയിട്ടുള്ളൂ. അപ്പത്തേക്കിനും വിന്റർ ആയതുകൊണ്ട് നല്ല ഇരുട്ടായി തുടങ്ങി. ഈ നേരത്തൊന്നും ഇപ്പൊ ജാക്കറ്റ് ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാ ഞാൻ എൻ്റെ ID ഒക്കെ ആയിട്ട് ഇറങ്ങി. ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഒന്ന് നല്ല പോലെ പോവാന്ന് വിചാരിച്ചു. പുതിയ ഫോണൊക്കെ വാങ്ങാൻ പോകാണ്ട് എക്സൈറ്റഡ്. അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ടാണ് ഞാൻ കയ്യിലെടുത്തുള്ളത്. സോ ഇനി നമ്മൾ പോകുമ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫോൺ കിട്ടിയിരിക്കും. ഞാൻ ആക്ച്വലി കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് കിട്ടുന്നൊരു മൊമെൻ്റാണ് കേട്ടോ ഇത്. ലൈക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 16 Pro ഇറങ്ങിയ സമയത്ത് 16 Pro എടുക്കണമെന്നുള്ള ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് PSWന് അപ്ലൈ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടി കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഏകദേശം കുറേ നാളായിട്ട് ഏകദേശം 3 വർഷമായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു iPhone 12 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഞാൻ യൂസ് ചെയ്ത് ഫോൺ ഏകദേശം ഡെഡ് ആവാറായിട്ടുണ്ട്. അങ്ങനെ ഇനിയും ഇതിനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ 17 Pro എടുക്കാൻ തീരുമാനിച്ചത്. അത് ഇവിടെ UK എത്തിയ ഉടനെ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് സാധനം ഇവിടെ എവിടെയും സ്റ്റോക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ September 30th ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഇതാ 15 October 15 എനിക്ക് എൻ്റെ ഫോണ് കിട്ടുന്നത് കേട്ടോ. എനിക്ക് നല്ലൊരു കോണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ നല്ലൊരു ഫോണില്ലാത്തതുകൊണ്ട്, നല്ലൊരു ഫോണില്ല എന്നല്ല, iPhone 12 അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിലൊക്കെ ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് പിങ്കിൻ്റെ കോൺസേർട്ടിന് പോയ സമയത്തൊക്കെ അന്ന് ഭയങ്കര ദൂരെയായിരിക്കുമല്ലോ നമ്മൾ സീറ്റൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ സൂം ചെയ്തിട്ട് എടുക്കാനൊന്നും വേണ്ടിയിട്ട് എൻ്റെ ഫോൺ കൊണ്ടുപോയിട്ട് എന്തായാലും ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ 16 Pro ഒക്കെ കൊണ്ടുപോയിട്ടാണ് ഞാൻ ആ കോൺസേർട്ടിനൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഫോൺ വാങ്ങി വീഡിയോ എടുത്തും ഇൻസ്റ്റയിൽ കോണ്ടന്റ് ഇട്ടും സ്റ്റോറി ഇട്ടൊക്കെയാണ് ഇത്രയും കാലം ഇതാക്കിയിരുന്നത്. പിന്നെ പലപ്പോഴും ചിലതിലൊക്കെ ഞാൻ എൻ്റെ iPhone 12 തന്നെ യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പോൾ കോണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഫോൺ വരെ വാങ്ങിച്ച് ഷൂട്ട് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ വാങ്ങുന്ന ഒരു സാധനമാണ് കേട്ടോ 17 Pro. പിന്നെ എനിക്ക് എൻ്റെ സ്വന്തം ഫോണിൽ തന്നെ എല്ലാം എടുക്കാം. എനിക്ക് ഇത്രയും നേരം വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എത്താനായപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻ്റ് എനിക്ക് കൂടി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് എന്തോ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത, കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ വരട്ടെ നീണ്ട് വിചാരിച്ചിരുന്നു കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു എനിക്ക് ഈ സാധനങ്ങളൊന്നും ഇല്ലേ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ ടൈം ആയപ്പോൾ നല്ല എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇവിടെ ഹോം ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആക്ച്വലി ആപ്പിളിൻ്റെ സ്റ്റോർക്ക് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുമോ, അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു നോക്കിയിരുന്നത് കേട്ടോ. പക്ഷെ അതിൽ ആപ്പിളിൻ്റെ സ്റ്റോറ്
പക്ഷേ ആപ്പിളിൻ്റെ സ്റ്റോർ പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഹോം ഡെലിവറിയാണ്. ഹോം ഡെലിവറിക്ക് വരുമ്പോൾ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ നമ്മൾ ഇവർ ഫോൺ ചെയ്യൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിലില്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റാണ്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആർഗോസ് ലൊക്കേഷനാക്കി കൊടുത്തത്. അപ്പോൾ ഇവിടെയാണ് ഡെലിവറി ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നമുക്ക് കളക്ട് ചെയ്താൽ മതി. യെസ്, അപ്പോൾ ഞാൻ അവിടെ എത്തി. നമുക്ക് പോയി നോക്കാം. നമ്മൾ ID വെരിഫൈ ചെയ്തു കേട്ടോ. പ്രാവശ്യം സക്സസ് ആയി. ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്നുകൊണ്ട് എല്ലാം സെറ്റായി. സോ ഫോൺ എടുക്കാൻ പോയിട്ടുണ്ട്. ലെറ്റ്സ് സീ. അങ്ങനത്തെ ആ ഫോൺ കിട്ടി. iPhone 17 Pro സിൽവർ കളർ 512GB ആണ് വേരിയന്റ്. അപ്പം ഇനി അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് ഇവിടുത്തെ ആർഗോസ് സെയിൻസ്ബറീസിന്റെ അകത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഇപ്പോൾ ഹാലോയിൻ്റെ ഒക്കെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് പംകിൻസും ഗോസ്റ്റിൻ്റെയും അസ്ഥികൂടത്തിൻ്റെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. കിട്ടി ഗായ്സ്. അപ്പോൾ എൻ്റെ iPhone 17 Pro എൻ്റെ കൈ കിട്ടിയിട്ട്. സോ ഞാൻ ഏത് മോഡലായിരിക്കും ഏത് കളറായിരിക്കും വാങ്ങിക്കാമെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോയിൽ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നത് 17 Pro Max ഓറഞ്ച് കളറായിരിക്കും എന്നാണ്. പക്ഷെ ഞാൻ അത്ര പോപ്പിംഗ് കളേഴ്സിൻ്റെ ഒരു ഫാനല്ല ഇങ്ങനത്തെ ഡിവൈസസിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ. ബിക്കോസ് അത് പെട്ടെന്ന് മടുത്തു പോകും. സോ അതുകൊണ്ട് ഞാൻ സിൽവർ കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ആൾക്കാരൊക്കെ കറക്റ്റ് ഗസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിൽവർ കളർ 17 Pro ആണ്, Pro Max അല്ല. Pro Max ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈസ് ഇച്ചിരി കൂടി പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാവും എന്നുള്ളത്. പിന്നെ ഇവിടെ ലണ്ടനിലാവുമ്പോൾ ഫോൺ എപ്പോഴാണ് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 17 Pro തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് പ്രോയെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ കേസും കൂടെ വരുമ്പോഴത്തേക്കിന് വീണ്ടും കുറച്ചുകൂടെ സൈസ് കൂടിയ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് 17 Pro സിൽവർ കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള 512GBൻ്റെത്. പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഓൾറെഡി രാത്രിയായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യലുണ്ടാവില്ല. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ മിക്കവാറും നാളെ അൺബോക്സ് ചെയ്യുന്നുണ്ടാകുള്ളൂ. പക്ഷെ ഞാൻ എങ്ങനെ അത്രയും നേരം പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, ചിലപ്പോൾ രാത്രി നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ രാത്രി അൺബോക്സ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് ഡേയിലാണ് കേട്ടോ ഫോൺ അൺബോക്സ് ചെയ്യാൻ പോണേ. Let's unbox my iPhone 17 Pro. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ ഇതാ ഫോൺ കൂടാണ്ട് പിന്നെ കേബിളും പിന്നെ ഒരു സിം ഇജക്ടറും കൂടെ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആപ്പിളിൻ്റെ ഷോറൂമിൽ നിന്ന് ബീറ്റ്സിൻ്റെ ഒരു കേസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്താണ്. സോ ഞാൻ ഇതുകൂടെ കാണിച്ചു തരാം. യെസ്, ഇതാണ് നമ്മുടെ കേസ് വരുന്നത്. ഇതാണ് കേസ്. ഇതാണ് കേസ് ഇട്ടതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ ലുക്ക് കിട്ടാവും. അപ്പോൾ ഗൈസ്, ഫോണ് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാനത് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.